ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് 8 ഫണ്ടമെന്റൽ അനാലിസിസും അതിന്റെ ബേസ് ചെയ്ത് എങ്ങനെ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാം എന്നുമാണ്. ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കവർ ചെയ്ത് പോകുന്നുള്ളൂ. ഓരോ അനാലിസിസ് എങ്ങനെ ചെയ്യണം, അതിന്റെ ഇക്വേഷൻസ് എന്താണ്, അതിന്റെ ഫോർമുല എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ബ്ലോഗ് ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാം, ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറയുന്നുണ്ട്, ഫേസ് വാല്യൂ, ബുക്ക് വാല്യൂ, മാർക്കറ്റ് വാല്യൂ കുറിച്ച് പറയുന്നുണ്ട്, ഏണിംഗ് പെർ ഷെയറിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പി ബാർ പറയുന്നുണ്ട്, ഡിവിഡൻഡ് ഈൽഡ്, ഡെലിവറബിൾ ആൻഡ് പ്രൊമോട്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന് എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആദ്യം പറയാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ബേസിക് ഓവറോൾ അസറ്റ് ആണ്. ഇന്ത്യയിൽ 3 രീതിയിലാണ് ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നത്. അതായത് 5000 കോടിക്ക് താഴെയുള്ളത് സ്മോൾ ക്യാപ്പും, 5000 തൊട്ട് 20,000 കോടി വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത് മിഡ് ക്യാപ്പും, 20,000 കോടിക്ക് മുകളിലുള്ള കമ്പനികളെ ലാർജ് ക്യാപ് കമ്പനികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു വലിയൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഓൾറെഡി ഒരു വലിയ കമ്പനിയാണ്, അപ്പോൾ ആ കമ്പനി വീണ്ടും വലുതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ലാർജ് ക്യാപ് കമ്പനിയിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനിയിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി സെക്യൂർ ആണ്. പിന്നെ അത്യാവശ്യം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന്റെ ഗ്രോത്ത് റേറ്റ് ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷെ അതുപോലെ തന്നെ റിസ്ക് ഫാക്ടറും കൂടുതലായിരിക്കും. അപ്പോൾ കമ്പനി ഏത് കാറ്റഗറി പെട്ടാന്ന് നോക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ റിസ്ക് ഫാക്ടർ അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് തരം കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്താണ് ബുക്ക് വാല്യൂ, ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ആദ്യം ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ബേസിക് ഷെയറിന് എത്രയാണോ വാല്യൂ പറഞ്ഞത് അതാണ് ഫേസ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈയും സപ്ലൈയും കൂടുന്നതനുസരിച്ചാണ് എപ്പോഴും ഒരു ഷെയറിന്റെ വാല്യൂ മാർക്കറ്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കറന്റ് മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതാണ് മാർക്കറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓവറോൾ അസറ്റ്സും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ച് എത്രയാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ വാല്യൂ അനുസരിച്ചുള്ള പ്രൈസാണ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂയുടെ വേറെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഷെയർ ഹോൾഡറിനും ബുക്ക് വാല്യൂ എത്രയാണോ അത്രയും എമൗണ്ട് കമ്പനി തിരിച്ചു കൊടുക്കും. അപ്പൊ ഇനി എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ ഞാൻ പറയാം. ഇപ്പൊ ഒരു മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂക്കാളും ഒരുപാട് കൂടുതലാണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം ഒന്നെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കമ്പനിയിൽ കൂടുതൽ വിശ്വാസമുണ്ട്, ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്കൊരു നല്ല റിട്ടേൺസ് ഫ്യൂച്ചറിലാണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂയും ഏകദേശം ഒരുപോലെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്തായാലും സേഫ് ആയിരിക്കും. ഇനിയിപ്പോൾ കമ്പനി ലിക്വിഡേറ്റ് ചെയ്താലും ആ ബുക്ക് വാല്യൂയിൽ എത്ര രൂപയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത്രയും എമൗണ്ട് കമ്പനി നമുക്ക് തിരിച്ചു തരും. പക്ഷെ അതിന് പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പല കാരണങ്ങളുണ്ടാവും അതിന് കുറഞ്ഞിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും ഒന്ന് കൺസിഡർ ചെയ്യണം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഹൈ ആയിട്ടുള്ള കമ്പനികളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇവന്തോ മാർക്കറ്റ് പ്രൈസ് കൂടുതലായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തതാണ് ഏണിംഗ് പെർ ഷെയർ. ആ പേര് പറയുന്ന പോലെ തന്നെ ഒരു ഷെയർ കൊണ്ട് കമ്പനി എത്ര രൂപ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഇതിന്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നോക്കട്ടെ, ഇത്രേ ഉള്ളൂ. ഏണിംഗ് പെർ ഷെയർ ഇപ്പം ഹൈ ആണെങ്കിൽ, അതായത് ഒരു ഷെയർ കൊണ്ട് കമ്പനി കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സൈനാണ്. അപ്പോൾ നമുക്ക് ആ കമ്പനികൾ കൂടുതൽ ബൈ ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പം ഏണിംഗ് പെർ ഷെയർ കുറവാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അങ്ങനത്തെ കമ്പനികളിൽ. അടുത്താണ് പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 1 രൂപ റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ ഷെയർ ആ കമ്പനിയിൽ നിന്ന് മേടിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കറന്റ് മാർക്കറ്റ് വാല്യൂവിന് വെച്ച് അതിന് ഏണിംഗ് പെർ ഷെയർ എത്രയാണെന്നാണ് കാണിക്കുന്നത്. അതിപ്പോൾ 5 rupees 5 ആണ് പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എന്ന് ഇരിക്കുക. അതായത് നമ്മൾ 5 രൂപ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്കൊരു വർഷം ആ കമ്പനിയിൽ നിന്ന് 1 രൂപ റിട്ടേൺസ് കിട്ടുള്ളൂ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞിരിക്കാന്ന് ഇരിക്കുക. അതായത് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ കിട്ടുന്ന അവസ്ഥയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ കുറഞ്ഞിരിക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് എപ്പോഴും വേണ്ടത്. അടുത്താണ് ഇൻഡസ്ട്രിയൽ പി ബാർ ഇ, പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. കാരണം ഓരോ സെക്ടറിലും ഇപ്പൊ ഞാൻ 5 രൂപ എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ വേറെ സെക്ടറിൽ 10 രൂപ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഫിഗർ, ചില വേറൊരു സെക്ടറിൽ 15 രൂപ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഡിസിഷൻ ബേസ് ചെയ്യേണ്ടത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിന് അനുസരിച്ചിരിക്കും. ഇത് ഇൻഡസ്ട്രിയൽ പി ബാർ ഇ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനികളുടെയും ആവറേജ് പി ബാർ ഇ ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയൽ പി ബാർ ഇ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പി ബാർ ഇ ഇൻഡസ്ട്രിയൽ പി ബാർ ഇയേക്കാളും കുറവാണെങ്കിൽ ബേസിക്കലി നല്ലതാണ്. കാരണം ആവറേജ് നിൽക്കുന്നത് കൂടുതലാണ്.
അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഈ കമ്പനി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻഡസ്ട്രിയൽ പി ബാറിൽ നോക്കുക, അത് എന്നിട്ട് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ പി ബാറിൽ നോക്കുക, കമ്പനിയുടെ കുറവാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്താണ് ഡിവിഡൻഡ് ഈൽഡ്. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും പെർസെൻറ്റേജിലാണ് പറയുന്നത്. കമ്പനികൾ അവരുടെ പ്രോഫിറ്റുകൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര പെർസെൻറ്റേജ് ആ ഷെയർ വാല്യൂവിന്റെ എത്ര കിട്ടുന്ന ഡിവിഡൻഡ് എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ്. ഇപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് ഹൈ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും നമുക്ക് കൂടുതൽ റിട്ടേൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് കൂടുതൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ കൊല്ലവും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അടുത്താണ് ഡെലിവറബിൾ. ഡെലിവറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നടന്ന ട്രേഡ് വോളിയത്തിന്റെ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഡെലിവറി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് സെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ള ഫിഗറാണ് ഡെലിവറബിൾ കാണിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെലിവറികൾ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ ഡെലിവറി എടുക്കാൻ തയ്യാറാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ആ കമ്പനിയിൽ ആൾക്കാർ കൂടുതൽ വിശ്വാസമുണ്ട്, ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഡെലിവറി കൂടുതലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും ആ കമ്പനി. കാരണം ഒത്തിരി ആൾക്കാർ ഡെലിവറി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ആ കമ്പനി വിശ്വാസം ഉണ്ടെന്ന് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റും. ഡെലിവറി കൂടുതൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ലാസ്റ്റ് 8ാമത്തെ പോയിന്റാണ് പ്രൊമോട്ടേഴ്സ്. ഏതൊരു കമ്പനിയുടെയും ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും. ഈ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വേറൊരു കമ്പനി ആവാം അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ ആവാം. അപ്പോൾ അത് നമ്മൾ പ്രൊമോട്ടേഴ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രൊമോട്ടേഴ്സ് ആണ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് തന്നെ വേറെ പല കമ്പനി അവർ വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ പോലും ഈ പ്രൊമോട്ടേഴ്സിന് നമുക്ക് നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം പറയുവാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ രത്തൻ ടാറ്റയ്ക്ക് ഒരു വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം അവർ ഓൾറെഡി അവരുടെ ബിസിനസ് കേപ്പബിലിറ്റി അവരുടെ സ്കിൽസ് പ്രൂവ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 8 പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് വാല്യൂ ടു ബുക്ക് വാല്യൂ കൂടുതലുള്ള കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഏർണിംഗ് പെർ ഷെയർ അത് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ അത് കുറവാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. ഇൻഡസ്ട്രിയൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനിയേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ കുറവാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതായിരിക്കും. പിന്നെ ഡിവിഡൻഡ് ഈൽഡ് എപ്പോഴും കൂടുതൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കൊല്ലവും നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഡെലിവറബിൾ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസമുണ്ട്, കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പ്രൊമോട്ടേഴ്സിന്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് കൃത്യമായിട്ട് വായിച്ചു വെക്കുക. ആ ലിങ്ക് മൈ മണി ബുക്സ് എന്നൊരു വെബ്സൈറ്റിന്റെ ലിങ്കാണ്, ബ്ലോഗിംഗ് വെബ്സൈറ്റ് ആണ്. അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കാര്യങ്ങളും പിന്നെ പേഴ്സണൽ ഫൈനാൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.